നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആലപ്പുഴ നഗരത്തിലെ 10ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണിപ്പോൾ വാടക്കലിൽ ആരംഭിച്ചിരിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ, നിഗൂഢമായ താൽപര്യങ്ങൾ, പുകയില കമ്പനികളുടെ തന്ത്രങ്ങൾ തുറന്നുകാട്ടാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. IMA സൗത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ മദന മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാന വ്യാപകമായി ഈ മാസം 31-നും ജൂൺ 1-നും മത്സ്യവിഭവ സദ്യ പരിപാടി സംഘടിപ്പിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നഗരത്തിലെ 10ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് വാടക്കൽ വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തീരദേശവാസികൾക്ക് സഹായകരമാകും വിധം വാടക്കൽ KR ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രയാസം ഉണ്ടായാൽ അത് പരിഹരിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം വരുന്നു എന്നുള്ളത് സാധ്യമാക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമില്ല. അത് ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭരണാധികാരം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത ഏറ്റവും മികച്ച പ്രവർത്തനമാണ്. പ്രത്യേകമായി നഗരസഭാ ഭരണാധികാരികളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലാകെ നോക്കിയാലും സംസ്ഥാന വ്യാപകമായിട്ട് നോക്കിയാലും രാജ്യാന്തരമായി നോക്കിയാലും ഏറെ ശ്രേഷ്ഠമായ അംഗീകാരം നേടിയൊരു നഗരസഭയാണ്. അതിന്റെ കാരണം വളരെ സ്റ്റേബിളായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ നിശ്ചയമായിട്ട് കഴിഞ്ഞു. മുമ്പൊക്കെ അങ്ങനെയല്ല. ആലപ്പുഴ നഗരസഭ തട്ടിമുട്ടിയൊക്കെ നിൽക്കും. ചില സഹോദരന്മാരുടെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു മാതിരിയാക്കി നിൽക്കുന്ന രീതിയാണ്. ഇപ്പൊ അതല്ല. ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പൊളിറ്റിക്കലി തന്നെ മെജോറിറ്റിയുള്ള ഒരു സിസ്റ്റം വന്നു. ആ ഭരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴും നഗരസഭാ ഭരണസമിതി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായ വിവേചനം കാണിക്കാതെ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്ന കൗൺസിലർമാരോടും പ്രത്യേകമായ ഒരു വിവേചനം കാണിക്കാതെ നഗരസഭ എന്ന ഒറ്റക്കെട്ടായ മനസ്സോടുകൂടി തന്നെ ആ ഭരണത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണ് ആലപ്പുഴ നഗരസഭാ ഭരണാധികാരികൾ. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. പ്രാഥമിക ചികിത്സാ, രോഗ പ്രതിരോധം, അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കേന്ദ്രത്തിൽ ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണ ക്ലിനിക്കൽ സേവനങ്ങൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും കേന്ദ്രത്തിൽ സജ്ജമാക്കി. ഗർഭകാല പരിചരണവും ഇവിടെ ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. പകൽ 1 മുതൽ 7 വരെയാണ് OP സമയം. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനം പ്രാഥമിക ഘട്ടത്തിൽ ഇവിടെ ലഭിക്കും. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, കൗൺസിലർമാർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിന് സ്വാഗതവും വാടക്കൽ വാർഡ് കൗൺസിലർ മേരി ലീന നന്ദിയും പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ, നിഗൂഢമായ താൽപര്യങ്ങൾ, പുകയില കമ്പനികളുടെ തന്ത്രങ്ങൾ തുറന്നു കാട്ടാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. IMA സൗത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ മദന മോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. The ones who have given so much of themselves already. All we want are people who are willing to give us everything. There's no secret, really. They just need something to keep them hooked. To the very end. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി.
ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സ്ഥാപനതല പരിപാടി IMA സൗത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ മദനമോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു. പുകയില ഉപയോഗം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്ന് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, പിന്നെ COPD, ക്യാൻസർ, പിന്നെ സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വേണുവിൻ്റെ വിഭാഗത്തിലുള്ള റെസ്പിറേറ്ററി ഡിസീസാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഇതിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ കുറവുള്ള പിള്ളേരുടെ സിഗരറ്റ് ഉപയോഗം ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും 18 വയസ്സ് 10 വയസ്സുള്ള പിള്ളേരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിയമത്തെ നമ്മൾ അനുസരിക്കാൻ പോലും നമ്മുടെ സമൂഹം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ N അരുൺ മുഖ്യാതിഥിയായിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രി ശ്വാസകോശ രോഗ വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ K വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. IMA സൗത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, വനിതാ ശിശു ആശുപത്രി അനസ്തേഷ്യ കൺസൾട്ടന്റ് ഡോക്ടർ R സുഞ്ജിത് രവി, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. IMA ആലപ്പുഴ ബ്രാഞ്ച് മുൻ പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ ചടങ്ങിന് സ്വാഗതവും ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ, നിഗൂഢമായ താൽപ്പര്യങ്ങൾ, പുകയില കമ്പനികളുടെ തന്ത്രങ്ങൾ തുറന്നുകാട്ടാം എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ സന്ദേശം. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് പുകയില വിരുദ്ധ ഹ്രസ്വ വീഡിയോ പ്രദർശനവും മറ്റ് ബോധവൽക്കരണ പരിപാടിയും വേദിയിൽ അരങ്ങേറി. പ്രതീക്ഷ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടത്തി. അമ്പലപ്പുഴ MLA ചുസരാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷൻ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചുസരാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ പ്രശ്നമല്ല, ജാതിയോ മതമോ പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, ഏതെങ്കിലും താമസിക്കുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത പ്രശ്നമല്ല, തീരദേശമൊന്നോ കിഴക്കൻ മേഖലയൊന്നും പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമല്ല, ഒരു സ്റ്റാറ്റസ് പ്രശ്നമല്ല, ഏത് വീട്ടിലെ കുട്ടിയെയും പിടികൂടാം എന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് നേരെ എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമേ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും നമുക്കത് ചൂണ്ടിക്കാണിക്കാനും അത് പരിസരത്തിന്റെ നമ്മളിലേക്ക് വരുമെന്ന് കാണണം. നമുക്കെല്ലാം നമ്മുടെ മക്കളുടെ ഗ്യാരണ്ടി ഉണ്ട്, അതൊരു വിശ്വാസം. ആ ഗ്യാരണ്ടി എനിക്കെന്റെ മക്കളെ ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ പെട്ടുപോയവരാൾക്കാരെ നോക്കിയത് കാണാൻ പറ്റും. ഇതിലെ കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പല കുട്ടികളെ നോക്കി അവരുടെ ഒരു കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാൻ പറ്റും, അവരുടെ എഡ്യൂക്കേഷന്റെ ഒരു സ്റ്റാറ്റസ് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വർഷം 1.5 വർഷമായിട്ടുള്ള നമ്മുടെ ഈ ആലപ്പുഴയിൽ നിന്ന് കുട്ടി പിടിച്ചില്ലേ, പുല്ലപ്പുഴ പോലീസാണ് പിടിച്ചത്. പേറ്റക്കാരൻ ജംഗ്ഷന് സമീപം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC മുതൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് MM ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SI GB മുകേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കൗൺസിലർമാരായ B നസീർ, പ്രഭാ ശശികുമാർ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ CC അശോക് കുമാർ, തഫ്സൽ കമാൽ, സെക്രട്ടറിമാരായ അബ്ദുൽ നാസർ, A സലീം, ട്രഷറർ AK റഹീം എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി A ഹാരിസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാമെന്ന സന്ദേശവുമായി സംസ്ഥാന വ്യാപകമായി ഈ മാസം 31-നും ജൂൺ 1-നും മത്സ്യവിഭവ സദ്യ പരിപാടി സംഘടിപ്പിക്കുമെന്ന് BP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാന വ്യാപകമായി ഈ മാസം 31-നും ജൂൺ 1-നും മത്സ്യവിഭവ സദ്യ പരിപാടി സംഘടിപ്പിക്കുമെന്ന് BP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം പറഞ്ഞത്. ഈ മാസം 31-ന് ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസിന് സമീപമാണ് മത്സ്യവിഭവ സദ്യ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മത്സ്യത്തിനെതിരായുള്ള വ്യാജ പ്രചാരണത്തിനെതിരെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന കൊണ്ട് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെയും സഹായിക്കുവാനായിട്ടാണ് ഇത്തരത്തിൽ വേറിട്ട പരിപാടിയുമായി തങ്ങൾ രംഗത്ത് വരുന്നതെന്നും PP ചിത്തരഞ്ജൻ MLA കൂട്ടിച്ചേർത്തു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം
ഈ സന്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി 31 തീയതികളിൽ മത്സ്യവിഭവ സദ്യകൾ സംഘടിപ്പിക്കുകയാണ്. 31 തീയതി വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബീച്ചിന് കിഴക്കുവശം PWD റെസ്റ്റ് ഹൗസിൽ പടിഞ്ഞാറ് വശമായി നടക്കുന്ന ഈ മത്സ്യവിഭവ സദ്യ അതിൽ പങ്കെടുക്കുവാനും കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണം, ആ വ്യാജ പ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഭാരവാഹികളായ PI ഹാരിസ്, C ഷാംജി എന്നിവരും MLA-ക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. കായംകുളം സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം പാർക്ക് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങളുടെ ബാക്ക് ബോർഡ് മൊത്തം നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. അപ്പം അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ആധുനികവൽക്കരണം വന്നുകൊണ്ട് ഈ മാർച്ച് മാസം 31 തീയതി ഒരു ട്രഷറിയിലും വൻ തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് കുറച്ചുകൂടെ പണം ചോദിച്ചു. പക്ഷേ കഴിഞ്ഞ മാർച്ച് 31-ന് 100% പണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുത്തു എന്ന് മാത്രമല്ല 10% മുൻപ് കൊടുക്കാനുള്ളത് കൂടെ ചേർത്ത് 110% കൊടുത്തു നമ്മുടെ സംസ്ഥാന സർക്കാർ. ഈ എല്ലാം അടച്ചുപൂട്ടുമെന്ന് ഇവർ പറയുന്ന സമയത്ത് 110% കൊടുത്തത്. വിഴിഞ്ഞം പദ്ധതി ചെലവിൽ ഏറിയ പങ്കും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കടം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. ആധുനിക നിലയിൽ നിർമ്മിക്കുന്ന ട്രഷറികളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ട്രഷറി എന്നത് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലമെന്നതിനേക്കാൾ ആളുകളുടെ സൗഹൃദ കൂട്ടായ്മയാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭാ അധ്യക്ഷ P ശശികല, വൈസ് ചെയർമാൻ K ആദർശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PS സുൽഫിക്കർ, S കേശുനാഥ്, ഷാമലി ആനിമോൻ, മായാദേവി, ഫർസാന ഹബീബ്, നഗരസഭാംഗം രാജശ്രീ കമ്മത്ത്, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ, ചെങ്ങന്നൂർ ജില്ലാ ട്രഷറി ഓഫീസർ KO വിജയകുമാരി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കടൽ കാലിത്തുള്ളിയാലും ഒറ്റമശ്ശേരിയിലെ തീരദേശവാസികൾക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടൽക്ഷോഭത്തിൽ നിന്ന് ഒറ്റമശ്ശേരിക്കാരെ ശാശ്വതമായി സുരക്ഷിതരാക്കാൻ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടത്തുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ഒറ്റമശ്ശേരി കടൽ തീരത്തെ പുലിമുട്ട് നിർമ്മാണം 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേർത്തല മണ്ഡലത്തിലെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒറ്റമശ്ശേരി തീരത്ത് കടൽക്ഷോഭം വളരെ പ്രതിസന്ധികൾ തീർക്കുന്ന ഒരിടമായിരുന്നു. ഈ മേഖലയിലാണ് കടൽ ഭിത്തി ഇല്ലാതിരുന്ന പ്രദേശമുള്ളത്. ഭിത്തി ഉള്ളത് തന്നെ ഇടങ്ങളിലും കാലക്രമേണ കാലപ്പഴക്കത്താൽ കടൽ ഭിത്തി കടൽക്ഷോഭത്തിൻ്റെയും മറ്റും ഫലമായിട്ട് അതും ഏതാണ്ട് നാശോന്മുഖമായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിരവധിയായ വീടുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ഒറ്റമശ്ശേരിയിലെ തീരപ്രദേശത്തെ സംരക്ഷണം, ഈ മേഖലയിലെ ജനതയുടെ സംരക്ഷണം എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിനാവശ്യമുള്ള 17 കോടി രൂപ ആദ്യം അതിനുവേണ്ടി നീക്കിവെച്ചു. എന്നാൽ കുറേ നാളുകളുടെ ഇവിടുത്തെ പഠനങ്ങളെല്ലാം വന്നപ്പോൾ ആ എണ്ണം പുലിമുട്ടുകൾ കൊണ്ട് അത് ഫലപ്രദമാവില്ല എന്നും പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ടെട്രാപോഡുകളെക്കാൾ വലിപ്പമുള്ള ടെട്രാപോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമായി ഒറ്റമശ്ശേരിയുടെ സംരക്ഷണം ഉറപ്പാവുകയുള്ളൂ എന്നും മനസ്സിലായി. വിവിധങ്ങളായ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടു വന്നു. അപ്പോൾ ഇതെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്ന തുകയേക്കാൾ കൂടിയ തുക അനിവാര്യമായ ഒരു ഘട്ടമായെത്തി. 17 കോടിക്ക് നിശ്ചയിച്ചിരുന്നിടത്തു നിന്ന് പുലിമുട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നീളം കൂട്ടുകയും ടെട്രാപോഡുകൾ നിരത്തുക എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച ടെട്രാപോഡുകൾ വലിപ്പമുള്ളവ ഉണ്ടാവുകയും വേണം എന്ന അടിസ്ഥാനത്തിൽ 37 കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് ഇത് 960 മീറ്റർ നീളത്തിൽ 9 പുലിമുട്ടുകളാണ് ഒറ്റമശ്ശേരിയിൽ നിർമ്മിക്കുന്നത്. 20 മീറ്റർ മുതൽ 80 മീറ്റർ വരെ നീളത്തിലുള്ള പുലിമുട്ടുകൾ ഇവയിലുണ്ട്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 30 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്.
മുമ്പ് നിശ്ചയിച്ചിരുന്നതിൽ നിന്ന് പുലിമുട്ടുകളുടെ എണ്ണവും ടെട്രാപോഡുകളുടെ വലിപ്പവും വർദ്ധിപ്പിച്ചതായും കരിങ്കല്ലിട്ട് ശക്തമായ അടിത്തറ ഒരുക്കിയ ശേഷമാണ് ടെട്രാപോഡുകൾ സ്ഥാപിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റമശ്ശേരി കടൽ തീരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുത്തറ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സിനി സാലസ്, ജാൻസി ബെന്നി, കെ പി ഹരൻ ബാബു, പ്രോജക്ട് കോർഡിനേറ്റർ പി മഹാദേവൻ, പ്രോജക്ട് എഞ്ചിനീയർ ബി ഗോപിക, കിഫ്ബി റെസിഡൻസ് എഞ്ചിനീയർ ബിജു യേശുദാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആലപ്പുഴ നഗരത്തിലെ 10ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണിപ്പോൾ വാടക്കലിൽ ആരംഭിച്ചിരിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ, നിഗൂഢമായ താൽപര്യങ്ങൾ, പുകയില കമ്പനികളുടെ തന്ത്രങ്ങൾ തുറന്നുകാട്ടാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. IMA സൗത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ മദനമോഹനൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായി സംസ്ഥാന വ്യാപകമായി ഈ മാസം 31-നും ജൂൺ 1-നും മത്സ്യവിഭവ സദ്യ പരിപാടി സംഘടിപ്പിക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.